നിങ്ങൾ ഇതുപോലൊരു ചിമ്മിണി വാങ്ങിയിട്ട് നിങ്ങൾ വളരെ കഷ്ടപ്പെടുന്ന ഒരാളാണോ? അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സെക്ഷനൊന്നും ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ എയറൊന്നും വലിച്ച് പുറത്തേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പുതിയൊരു ചിമ്മിണി മേടിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഉപയോഗിക്കുന്നത് എത്രത്തോളം ചിമ്മിണി ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണോ എന്നുള്ളത്. അങ്ങനെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇത് വീഡിയോ മുഴുവനായിട്ട് കാണുക, അപ്പം നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകും. മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒത്തിരി ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷനുള്ളൊരു അല്ലെങ്കിൽ ഉപയോഗം പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടിട്ടുള്ള ഒരു പ്രശ്നമുള്ളൊരു മേഖലയാണ് കിച്ചൺ ചിമ്മിണി ഉപയോഗിക്കുന്ന രീതി. അതായത് ഒട്ടുമിക്ക ആൾക്കാർ ഒരു ചിമ്മിണി പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അവിടുത്തെ എക്സിക്യൂട്ടീവിനോട് മെയിനായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ്, കൂടുതൽ സെക്ഷൻ പവറുള്ള ചിമ്മിണി വേണം, എന്നാലാണ് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ പഴയ ചിമ്മിണി ഭയങ്കര ഫ്ലോപ്പാണ്, അത് എയർ പുറത്തേക്ക് പോകുന്നില്ല, ഫെയിലിയർ ആണ്, സെക്ഷൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സെക്ഷൻ പവറുള്ള ചിമ്മിണി വേണം. അങ്ങനെ ചോദിക്കുന്നവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1500 സെക്ഷൻ അല്ലെങ്കിൽ 1800 സെക്ഷൻ കൂടുതൽ പവറുള്ള ചിമ്മിണികളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മളൊരിക്കലും ഇത് ഫുൾ സ്പീഡിൽ നമ്മൾ ഒരിക്കലും റൺ ചെയ്യില്ല കണ്ടിന്യൂസ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 1500 സെക്ഷൻ പവറുള്ള ചിമ്മിണി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ടാവും, ഡെസിബിൾ സൗണ്ട് കൂടുതലായിരിക്കും. നമ്മൾ കിച്ചൻ്റെ അല്ലെങ്കിൽ അടുപ്പിന് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫുൾ സ്പീഡിൽ നമുക്ക് ഒരിക്കലും റൺ ചെയ്യാൻ പറ്റില്ല. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അരോചകമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ 1500 സെക്ഷൻ പവർ ചിമ്മിണികൾ ഉപയോഗിക്കുന്നത് മോശമാണെന്നല്ല പറയുന്നത്. അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു മിനിമം ഒരു 3 ഫീറ്റിൻ്റെ പുറത്തേക്ക് ഒരു 5 മീറ്ററൊക്കെ പോകുന്ന ഒരു ലെങ്ത്തുള്ള ഒരു വീട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൻ്റെ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ 1500 സെക്ഷൻ പവറുള്ള ചിമ്മിണി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ലെങ്ത്ത് പോകുന്നതുകൊണ്ടിട്ട് അത്രയും സെക്ഷൻ പവറുള്ള ചിമ്മിണി ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് എയർ ആ വെളിയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ കുറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലെങ്ത്ത് പോകുമ്പോൾ അതിന് ഡിസ്ചാർജ് വളരെ കുറഞ്ഞിട്ട് എയർ കുറയുന്നൊരു പ്രശ്നം വരും, പുറത്ത് എയർ കുറച്ചേ എത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള സ്മെല്ല് ഇവിടെ തന്നെ കാണും. പക്ഷെ നോർമലി നമ്മൾ ഇതിനെല്ലാത്തിനും പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉപയോഗക്രമം ഒരു 99% ആൾക്കാരും റോങ് ആയിട്ടാണ് ചിമ്മിണി ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിമ്മിണി അങ്ങ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യില്ലെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ചിമ്മിണി ഉപയോഗിക്കുന്നതിന് അതിൻ്റെ ആയിട്ടുള്ള രീതിയുണ്ട്. ഉപയോഗിക്കുന്ന രീതികൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടും കറക്റ്റായിട്ട് കിട്ടും. ഇനി അതല്ല നമ്മൾ ചുമ്മാ എന്തെങ്കിലും കാണിച്ച് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ചിമ്മിണി എങ്ങനെയാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടത്? നോർമലി എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫ്രൈ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതല്ലേ. കഞ്ഞി വെക്കുമ്പോഴത്തേക്കും നമ്മളൊന്നും ഉപയോഗിക്കാറില്ല. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഹൈ സ്പീഡിലിടും. അതായത് നേരെ കിച്ചൺ കുക്കിംഗ് തുടങ്ങുമ്പോഴത്തേക്കും തന്നെ അല്ല ഇതിടുന്നത്. ഇവർ ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് മൊത്തം സ്പ്രെഡല്ല, മൊത്തം നമ്മുടെ റൂമിലേക്ക് സ്പ്രെഡായി, മണവും കാര്യങ്ങളെല്ലാം സ്പ്രെഡായതിനു ശേഷം അല്ലെങ്കിൽ അപ്പുറത്തെ ഹോളുണ്ടെങ്കിൽ ഹോളിലേക്കും എല്ലായിടത്തും സ്പ്രെഡായതിനു ശേഷമാണ് അയ്യോ ചിമ്മിണി ഓൺ ചെയ്തില്ല എന്ന് മറന്നുപോയി എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ 3ാമത്തെ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഗുണമില്ല ചിമ്മിണി കൊണ്ട്. അപ്പം നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ചിമ്മിണി ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുക്കിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഐഡിയൽ സ്പീഡ്, അതായത് ചിമ്മിണി ഓണാക്കുക, ഫസ്റ്റ് സ്പീഡ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ സ്ലോവിലി അതിൻ്റെ സെക്ഷൻ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ഗുണമെന്ന് വെച്ചാൽ സ്പ്രെഡ് ആകാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ ഐഡിയൽ സ്പീഡിൽ ഇടാതെ സ്പ്രെഡ് ആയതിനു ശേഷം ചിമ്മിണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചിമ്മിണി ഉപയോഗിക്കുന്നത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ സെക്ഷൻ പവർ പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ചൊന്ന് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് സ്പീഡ് ഇടുക. സെക്കൻഡ് സ്പീഡ് ഇട്ടതിന് ശേഷം പിന്നെയും കുറച്ചുകൂടി സ്മോക്കും പുകകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്പീഡ് ഇടുക. അങ്ങനെയാണ് ഇടേണ്ടത്. ഇപ്പോൾ ഇറങ്ങുന്ന ചിമ്മിണികളെല്ലാം തന്നെ ഒരിക്കലും ഒരു മോഡലും ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യില്ല. ഹൈ സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ആക്കാം. ഹൈ സ്പീഡിൽ വർക്ക് ചെയ്തിട്ട് അത് ഡൗൺ ചെയ്ത് അതിൻ്റെ ഒരു മിഡിൽ സ്പീഡിലേക്ക് വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺ ഈ ഒരു പ്രശ്നം തന്നെയാണ്, സൗണ്ട്. കാര്യം ഒരു പരിധിയിലേക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോർമൽ ഐഡിയൽ സ്പീഡിൽ ഉപയോഗിക്കുക, എന്നിട്ട് സ്പീഡ് പതുക്കെ അപ്പ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഫ്ലോ കറക്റ്റായിരിക്കും. ഈ സ്മെല്ലും കാര്യങ്ങളും എല്ലാം വെളിയിൽ കൃത്യമായിട്ട് പോയിക്കോളും. നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എഫക്റ്റീവ് ആയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്